ഹേ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പം നാളെ നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ. എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്നൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് സാധനം അത് ഇതൊക്കെ മേടിക്കാനായിട്ടുണ്ട്. നമ്മൾ കുറെ നാളായിട്ട് ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയത് എന്താണെന്നറിയാവോ? ട്രിവാൻഡ്രം അല്ലാണ്ട് നമ്മൾ എവിടെ ട്രിപ്പ് പോയത്? എങ്ങും പോയില്ല. ഇല്ല നമ്മൾ തമിഴ്നാട് പോയില്ല. അന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം. കന്യാകുമാരി പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. കന്യാകുമാരി നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എപ്പോഴും. പക്ഷെ ഇപ്രാവശ്യത്തിൽ കന്യാകുമാരി എന്നല്ല. ഇന്നിപ്പോ അങ്ങനെ പറ്റൂല, നമ്മൾ പോവാണ്. നാളെ പോവാ. അതെ, നാളെ എന്തായാലും ഒരു ട്രിപ്പ് പോവാണ്. കുറെ നാളായി കേട്ടോ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോയിട്ട്. ലാസ്റ്റ് പോയത് എനിക്കൊരു ട്രിപ്പായിട്ട് പോയി നമ്മൾ തമിഴ്നാട് പോയിട്ട് മറ്റേ പിക്നിക്കിന് അവിടെ പോയി കഴിച്ച ആ ഒരു സംഭവമാണ്. അത് എത്രയെങ്കിലും നാളായി. ഹാപ്പി എന്തിരിയും ഹാപ്പിയെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതല്ല, ഹാപ്പി നോക്കാനുള്ള ക്യൂ. അതെ, ഹാപ്പി നോക്കാനാണ് ആൾക്കാര്. അപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലോട്ട് ഹാപ്പി ഒന്ന് കൊണ്ടാക്കണം. അതിനു മുമ്പ് അവനെ കൊണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടതുണ്ട് ഗൈസ്. കാരണം അവന്റെ കയ്യിൽ ഇങ്ങനെ വട്ടത്തിൽ സ്കിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. കൂടെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അവിടെ ഒരു റെഡ് റൗണ്ട് കണക്കാവുന്നുണ്ട്. അതെന്തോ അങ്ങനെയൊന്നും അറിയത്തില്ല. എനിക്കൊന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടാണോ. ഇവരെ ബ്രീഡിലുള്ള എല്ലാ പെറ്റ്സിനും ഇതുപോലെ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ അങ്ങനെ വരുന്നതെന്ന് ആരെങ്കിലും അറിയുന്നവരുണ്ട് കമന്റ് ചെയ്യണേ. അവനെ കാണിച്ചു എടുത്തേ അവനെ. ഇതുപോലെ ആയിട്ട് സ്കിൻ അങ്ങ് പോവാ. അത് കൈക്ക് കാണിച്ചത് ഇതുപോലെ മുറിവായിട്ട് അവന്റെ സ്കിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതെന്താ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. പോയാലോ? എനിക്ക് ഇങ്ങനെ ആയപ്പോ വിഷമം. ഇന്നലെ കുളിപ്പിച്ചപ്പോഴേ ഞാൻ കണ്ടത് എടുത്തപ്പോ. ശരിയാക്കാം, അത് അറിയാം. ഇടയ്ക്ക് ഇങ്ങനെ മുടി വെട്ടുന്നത് നല്ലതാണ്. കാരണം അവന്റെ മേത്ത് മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇറങ്ങാം. ആദ്യം പോയിട്ട് ഹാപ്പി ഒന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് ഫസ്റ്റ് കാണിച്ച് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ ബൈ. അച്ഛൻ പണിക്ക് പോകണം കേട്ടോ. ചെറുകിന് വൈകിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോഴേ എനിക്ക് ഒരുമാതിരി, അവനത് പറയാൻ അറിയത്തില്ലല്ലോ ഗൈസ്. അവന്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ഇങ്ങനെ കാണുമ്പോഴത്തേന് ഭയങ്കര വിഷമമാ. പാവം. ഹാപ്പി ഇറങ്ങി വാടാ. ബാ പൊന്ന, ബാടാ പൊന്ന. അയ്യോ, ഹാപ്പി അങ്ങ് ആകെ വല്ലാണ്ടിരിക്കുന്നു. എനിക്ക് ഒരുമാതിരി തോന്നുമ്മ. അവൻ കുപ്പി എടുത്തിട്ടപ്പോ വന്നില്ല. മൂട് കാണത്തില്ലായിരിക്കും അവനെങ്ങ് പോകുന്നത്. ഇവർക്കൊക്കെ എന്തെങ്കിലും വരുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര പ്രശ്നമാണ് കൈസ് നമുക്ക്. കാരണം അത് ശരിക്കും ഒരു പെറ്റിനെയൊക്കെ മേടിച്ച് വളർത്തുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാനും അത്രയ്ക്ക് ഒരു പെറ്റ് ലവർ സംഭവം ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇവൻ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. അതുകൊണ്ട് തന്നെ അവന് എന്തെങ്കിലും ചെറുതായിട്ട് സംഭവിച്ചാൽ പോലും നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. അതാണ് ഒരു പ്രശ്നം. രാവിലെയൊക്കെ പോയി കൊച്ചുവിനെയൊക്കെ വിളിക്കുന്ന കാണണം. സത്യം ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഒരു 10 മണിയാകുമ്പോ അമ്മ പറയും കൊച്ചിനെ പോയി വിളിക്കാൻ പറയും. നേരെ എന്റെ റൂമിൽ വന്ന് കുട്ടി വിളിക്കും കൈസ് എന്നെ. ഞാൻ എണീക്കും വരെ ഇവൻ കിടന്ന് വിളിക്കും. ഞാൻ എണീക്കുമ്പോഴത്തേനെ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ശരിക്കും അതിന്റെയൊക്കെ ഒരു ഫീല് നിങ്ങൾക്ക് ഒരു പെറ്റിനെ മേടിച്ച് വളർത്തുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഹോസ്പിറ്റലിൽ കാണിച്ചു കേട്ടോ. അത് ഇവൻ പുറത്തൊക്കെ പോകുന്നോണ്ടാണ് വരുന്നതെന്നാ പറഞ്ഞത്. ഈ അഴുക്കിലൊക്കെ ഇറങ്ങുമല്ലോ. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഷാമ്പു തന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സപ്ലിമെന്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതും കൂടെ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പുറത്തുനിന്ന് ഒരു ഓയിൽമെന്റ് കൂടെ മേടിക്കാൻ പറഞ്ഞു കേട്ടോ. അതിവിടെ ഇല്ല. നമ്മളെപ്പോഴത്തും കടയൊന്ന് മാറ്റി പിടിച്ചല്ലേ. കടയൊന്ന് മാറ്റി പിടിച്ചു നോക്കി. ഇവിടെ തുണിയെല്ലാം കവറിലാക്കി വെച്ചേക്കുന്ന. അവിടെ ഇങ്ങനെ പരത്തി അങ്ങ് ഇട്ടേക്കുക. ഒത്തിരി ബിസിനസ് നടക്കുമ്പോൾ കവർ കാണത്തില്ല അല്ലേ? വാ, അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്ന കൂളില്ലല്ലേ. എത്ര രൂപ? അടുത്ത സെക്ഷനിലോട്ട് വന്ന കേട്ടോ. അവിടെ ഫുള്ള് നിരത്തിയിട്ട് ഇനി അടുത്ത സെക്ഷൻ. ടോപ്പ് മാത്രം. ഓ, ഇത് മറ്റേ ജഡ്ജിന്റെ ഒക്കെ മോഡലല്ലേ, ഓവർകോട്ട്. ഇതിന്റെ അകത്തൊരു ബനിയൻ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, നല്ല സെലക്ഷൻ അമ്മയുടെ. അമ്മയ്ക്ക് ഡ്രസ് എടുത്തോ, പക്ഷെ അമ്മയ്ക്ക് അങ്ങോട്ട് തൃപ്തികരമായില്ല അല്ലേ? നമ്മൾ ആ വിലക്കുറവിന് എടുത്തിട്ടായിരിക്കാം ചെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വിലയായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു കടയിൽ കയറിയാലും മാക്സിമം വലിച്ചു വരിയിട്ടിട്ട് ഓർണമെങ്കിൽ നമ്മൾ എടുക്കാതെ വരുന്നത് മോശം ഇല്ലേ? അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ എടുക്കും. വേണമെങ്കിൽ അപ്പുറത്തെ കട അവിടെ കയറാം. എനിക്ക് ഡ്രസ് എടുക്കാനായിട്ട് വന്നു കേട്ടോ. ഞാൻ ഡ്രസ് ഇടുമ്പോ അമ്മ എന്തിനു ചിരിക്കുന്ന? എപ്പോ ഡ്രസ് എടുത്തു വന്നാലും തിരിഞ്ഞു ചിരിക്കും. അമ്മ പറയണ കണ്ണാപ്പിന്ന്.
അങ്ങനെ ഉണ്ടോ? തോന്നല്ലേ ഈ കൈ ഇങ്ങനെ കിടക്കുന്നു. അമ്മ പറഞ്ഞ് ഞാൻ കേൾക്കത്തില്ല. ഞാൻ നല്ല എടുക്കും, അമ്മ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് വെച്ചിട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു. മറ്റേ ആ പുള്ളിയുടെ നല്ല വേറൊരു സാധനവും കൂടെ ഇട്ട് നോക്കി കേട്ടോ. ഇതെങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞ് സ്കൗട്ട് ഒന്ന്. തുണി മൊത്തം ഉണ്ട് എന്റെ കയ്യിൽ. ഈ ഡ്രസ്സിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ചൂടെടുത്തിരിക്കുകയാണെങ്കിലോ ഇങ്ങനെ പെട്ടെന്ന് തയ്ക്കടാ, ഇങ്ങനെ നമുക്ക് ഊരാ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഹാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാമിയുടെ വീട്ടിൽ വന്നു കേട്ടോ. അയ്യോ എന്തിന് അയ്യോ എന്നൊക്കെ. ഇത് ഹാപ്പി. ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരാളും കൂടെ ഉണ്ടല്ലേ? എന്തുകൊണ്ട് ചോറൊക്കെ കഴിച്ചാ? കാര്യമില്ലേ? മാമി അത്ര ഉള്ള ഇവിടെ മാമോയ്. എല്ലാരും 6 പാക്കിന്റെ ആൾക്കാരാ. ഞാൻ എവിടൊക്കെ വീടൊക്കെ എല്ലായിടത്തും 6 പാക്കിന്റെ ആൾക്കാരാണ്. വീട്ടിൽ ആരും ഇവിടെ പെടാറില്ല. എന്ത് പേരെന്താ? മാധവനോ? മാധവൻ. കുണിയങ്കോണം മാമി. മാമി ഈ സ്ഥലത്തിന്റെ പേരെന്തരായിരുന്നു? പറ പറട്ടെ. കുരുവിക്കോളാന്ന് കേട്ടോ. മാമി ഇങ്ങനെ ചെല്ലത്തോടെ കുണിക്കോണം എന്നൊക്കെ പറയും. കുണിക്കോണം മാമി. ഇല്ല കഴിച്ചില്ല. ഇവിടെ ഒന്ന് കഴിക്കാൻ എന്നിട്ട് നമ്മളൊന്നും കഴിക്കാനല്ലേ വന്നത്. മാമി രാത്രി കണ്ണൊക്കെ എഴുതൂലേ? ലുക്കായിട്ട് വയ്ക്കുന്ന മാമിക്കെങ്ങും നാണം. ഞം അടിക്കാൻ എന്തുണ്ട് മാമി? മാമി ഇന്ന് എന്തുവാ? ഹായ്. ഉറക്കത്തെ ശല്യപ്പെടുത്തിയോ? ഉറങ്ങിയില്ല. മുറച്ചിറക്കലല്ലേ? എനിക്ക് ബന്ധം പറയാൻ വലുതായിട്ട് അറിയത്തില്ല കേട്ടാ. ഹാപ്പി ഇപ്പോഴേ പണി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഓടുന്നത്. മാമി നോക്കിക്കോണം കേട്ടാ. ഡോർ തുറന്നിറങ്ങി പറഞ്ഞ് ഓടും. പിന്നെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരും കേട്ടാ. പണി നല്ല പണിയാ 2 ദിവസത്തേക്ക്. അതാ ഭാവി അതാ കേട്ട തലയെ കുറിച്ച്. മാമിക്ക് ഇപ്പൊ വായേ ഇല്ല. എന്തോ സംസാരിക്കുന്ന മാമി എന്നറിയോ? പൂച്ചയുടെ പുറകെ ഓടത്തുള്ളൂ. പൂച്ച തിരിഞ്ഞു. ആ ഇതാരെ നോക്കിയമ്മ? ഇതെന്തോ ഇത് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നേ? ഇതങ്ങ് അടച്ചേ പോയത്. കടിക്കത്തില്ലേ? ഇത് മറ്റേ ഇല്ല ഇതല്ലേ പോമേറിയൻ അല്ലേ? അതിന്റെ പേരെന്താ രാമി? അബ്ദു. പട്ടിക്കിടാൻ പറ്റിയ പേര് അബ്ദു. കേട്ടെ നമ്മുടെ മാമി വെറൈറ്റിയുടെ. ഈ പൂച്ചക്കൊക്കെ പേരുണ്ട്. ഇതൊക്കെ വളർത്തുന്ന പൂച്ചയാ കിടക്കുന്നത്. പേരൊക്കെ ഉണ്ടോ? അബ്ദു, സുഹൈബ്, എന്തെങ്കിലും വെറൈറ്റി പേര്? പാവം പട്ടീനെ കോഴിക്കൂട്ടി ഇട്ടേക്കുന്നത് നോക്കിയാണ്. പട്ടി എടുത്ത് കോഴിക്കൂട്ടിയിട്ട് അപമാനിച്ചു വെച്ചേക്കും കേട്ടോ. ഇവിടെ എല്ലാരും അറിയട്ടെ. പാവ പട്ടി കോഴിക്കൂട്ടിയിട്ട് അപമാനിച്ചു. മാമി ഇതൊക്കെ മുന്തിരിയാ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പറഞ്ഞതായിരിക്കേ. കൊടുത്തോ? പിന്നെ ആ എന്നെ കാക്കിയതല്ലേ. ഞാൻ സംസാരിച്ചോണ്ട് നിർത്തി. ആ പറയോ? എല്ലാവർക്കും പേടിയാ ബ്ലോഗ്. യൂട്യൂബറെ പേടിയാത്. കഴിക്കുന്നേ എന്തോ ഉള്ളേ? എന്തിനാ മാറിക്കേ അങ്ങോട്ട്. ചീനി. ചീനിയിൽ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചതാട്ടോ. ചീനി. ഇതെന്തുവാ? ഓ മീൻകറി. ഇത് ഏത് മീനാ ഇത്? നെയ്മീനോ? വങ്കട. വങ്കടക്ക് ഇത്ര സൈസ് ഉണ്ടോ? ഓ ചമ്മന്തി ഉണ്ടോ കേട്ടോ. യഥാർത്ഥത്തിൽ എന്റെ മാമി അവന്റെ ആരാ? അമ്മാവിയല്ലേ? എന്റെ മാമി അത്രേ ഉള്ളു. അമ്മാമേ? അമ്മാമ അത്രക്ക് വയസ്സുണ്ടോ മാമിക്ക്? കുഴപ്പമില്ല. നീ എത്ര പഠിക്കണേ? 5-ലാ? ഏതാ CBSE? CBSE. ഞാനൊക്കെ സ്റ്റേറ്റ് ആയിരുന്നു. നോക്കിക്കോണം കേട്ടോ. ഇപ്പൊ ഇറങ്ങി ഓടുവേ. ഞാൻ പറഞ്ഞേക്കാം. പൂച്ച കണ്ട ഓടും മാമി. പിന്നെ രാവിലെ ഇവനെ ജോഗിങ്ങിനൊക്കെ കൊണ്ടുപോകും ഞങ്ങള്. കൊണ്ടൊക്കെ പോണം കേട്ടോ. കേട്ടാ? ബെൽറ്റ് എന്തിനാ? അവന്റെ പാന്റ് ലൂസാ. ബെൽറ്റ് ഇടാൻ. മാമി എന്ത് സ്റ്റാർ. മാമി വിളമ്പ് കേട്ടോ. ചീനി അറിഞ്ഞൂടെ ഉണ്ടാക്കായി? ചീനി അരിയണം, എന്നിട്ട് വെള്ളത്തിൽ ഇടണം. അറിഞ്ഞൂടെ? അതെന്തു മാമി അങ്ങനെ? ഒന്നും അറിയത്തില്ലെന്ന്. അത് സൂപ്പറല്ലായിരുന്നാ? പട്ടായിരുന്നാ? പൂഫു ആണാ? പൂഫോ? മാമി ആ സത്യത്തിൽ ഉണ്ടല്ലോ, ആ സൂപ്പറായിരുന്നു. ഞാൻ ചുമ്മാ എക്സ്പ്രഷൻ ഇട്ടത്. അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു ദിവസം കൂടെ ഉണ്ടാക്കാം. ഞാൻ വരാം കേട്ടോ.
എല്ലറിയോ? അപ്പൊ ഒരു ദിവസം നമുക്ക് എല്ലറി വെക്കാം ഇവിടെ. ഓക്കെ ഓക്കെ. എല്ലറിയും ചീനിയും. മാമി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇത് സാധാ പട്ടിയല്ല കേട്ടോ. ഇവ VIP ആ, അതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇവരെ. ഇത് ഫുഡ്, ഇത് അവന്റെ ഫുഡ്. രാവിലെ പഴിഞ്ഞൊന്നും ഞെവിടി കൊടുക്കല്ലേ. ഇത് പിടികിരിയാ. പിടികിരിയല്ല, പിടികിരിയോ? അതുണ്ടോ മാമി? ഇതെന്തിനാ ഓരോ അളവ്? ഇത് 3 എണ്ണം, ഇതിന് 3. മാമി ഞാൻ പറയുന്നതിന് പറയുന്നേ ഇല്ല, എനിക്കറിയാം. വെള്ളം തിളപ്പിച്ചിട്ട് ഇത് വെള്ളത്തിൽ തിളപ്പിക്കണം. മാമി ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്ക്. മാമി എന്നെ നോക്കുന്നില്ല. മാമി ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്ക്. കേട്ടെ, ആദ്യം വെള്ളം തിളപ്പിക്കണം, എന്നിട്ട് ഈ ഫുഡ് എടുത്ത് അതിനകത്ത് ഇടണം. അപ്പോഴത്തേക്ക് ഇങ്ങനെ വീർത്ത് വരും. എന്നിട്ട് അത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അവൻ കൊടുത്താൽ മതി. ആ, വെള്ളമായിട്ട് ഇച്ചിരി വെള്ളമായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഊറ്റി കളഞ്ഞ് കളയാം. പിന്നെ ഇത് ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു വാസന വരും, അത് സഹിക്കണം. പിന്നെ ഇതിന്റെ അകത്ത് ചീപ്പുണ്ട്, ഇത് ചീപ്പാവുള്ള ചീപ്പ് കേട്ടോ. ഒരു മുറിവ് വള്ളവാക്കല്ല, എന്റെ കയ്യിന്റെ അവിടെ ഇച്ചിരി എന്തോ ഒരു ഇതുണ്ട്, അത് ആശുപത്രി കാണിച്ചു തരാം. അത് അതിന്റെ ഓയിൽമെന്റ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു മരുന്നാണ് ഓയിൽമെന്റ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പാടാ നമുക്ക്. ഇവൻ ഭയങ്കര പാവാ, പാട്ടൊക്കെ പാടി തരും മാമിക്ക് കേട്ടോ. ഇതെന്തൊരു മീനാ? പണ്ട് നിന്റെ അച്ഛനായിരുന്നു നോക്കുന്ന മാമി. ഈ കൊച്ചിനെ കൊണ്ടുവന്നായിരുന്നു. മാമി നല്ല അടിപൊളി ചീനിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനിയുണ്ട്, മീൻ വറുത്തുണ്ട്. അയ്യോ, ഇവിടെ നേരത്തെ കാണിച്ച പട്ടിയില്ലേ, അതിന്റെ പേരെന്താണെന്നറിയോ? അബ്ദു. അബ്ദു എന്ന് പറയുന്ന ആമ്പട്ടിയല്ല, അത് പെമ്പട്ടിയാ. അതാണ് ട്വിസ്റ്റ്. തലയോ? ആ, വങ്കട എന്ന സങ്കടം തീരുന്ന അമ്മയുടെ ഓരോ പഴക്കല്ല. രാമായണ. ഇത് വങ്കടയുടെ തല. ഇതെനിക്ക് ഈ മീനിന്റെ തലയൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും കണ്ണങ്ങോട്ട് എടുക്കണം. കണ്ണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കഴിക്കണം. അടിപൊളി കേട്ടോ. കൊള്ളാം കേസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ട് വരാവേ. ഹാപ്പി പോട്ടാ. ഓക്കെ. അയ്യോ, സിറ്റ് പോട്ടാ. ഹാപ്പി പോട്ടാ, പോയിട്ട് വരാവേ. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റ. അപ്പൊ നാളെ പോവല്ലേ? നാളെ പോ. ട്രിപ്പ് ഓൺ. ഡ്രസ്സൊക്കെ എടുത്ത് അച്ഛന് ഷർട്ടും ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കാണിച്ചോ? ഓക്കെ ഓക്കെ. അമ്മയ്ക്കും എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ഇട്ടിട്ടൊന്ന് നോക്ക്, സൈസ് കറക്റ്റാണോ? കറക്റ്റായിരിക്കും. നാളെ കാണിക്കാന്ന് സെറ്റായിട്ട്. അവിടെ ചെന്നിട്ടാണ് എടുത്തത്. നമ്മളങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് സുഹൃത്തുക്കളെ. സോ എക്സൈറ്റഡ്. ഒത്തിരി നാളായില്ലേ പോയിട്ട്. എങ്ങോട്ടാ പോണേന്നൊക്കെ നാളെ ഞാൻ പറയാം, നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആണെന്ന് പറയും. ബൈ.